ഹലോ എവറിബഡി, വൺസ് അഗെയിൻ വെൽക്കം ടു ശുഷ്കാന്തി ടോക്ക്. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ കൺസെപ്റ്റുമായിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. തികച്ചും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ മാറ്റർ എന്താണെന്ന് വെച്ചാൽ എ പ്രീമിയം കപ്പ് ഓഫ് ബ്രാൻഡ് ടീ ഫോർ യുവർ മോം ഓർ യുവർ ബിലവഡ് വൈഫ്. ഉമ്മാക്കും ഭാര്യക്കൊക്കെ ഒരു നല്ലൊരു പ്രീമിയം കപ്പ് ചായ ഉണ്ടാക്കി കൊടുക്കുക. ഇത് ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന നമ്മുടെ മിക്ക വീട്ടിലെ പുരുഷന്മാരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന കൺസെപ്റ്റ് ജീവിതത്തിൽ എല്ലാവരും കുറേ ആളുകൾ പകർത്തുന്നുണ്ടാവും. എന്നിരുന്നാലും ഒരു പ്രീമിയം കപ്പ് ഓഫ് ചായ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഉമ്മക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അതൊക്കെ കൊണ്ടേ കൊടുക്കുന്ന ആ ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്നൊരു പ്രീമിയം കപ്പ് ഓഫ് ചായ എങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ സെർവ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പല രീതിയിലും നമുക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രീമിയം കപ്പ് ചായ ആയതുകൊണ്ട് അത് നല്ല സെറ്റപ്പിൽ ഉണ്ടാക്കും വേണം. ഏകദേശം എൻ്റെ ഒരു കാഴ്ചപ്പാടിന് 3-4 രീതിയിൽ നമുക്ക് ചായ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ചായയാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ മോഡൽ ചായ ഞാൻ ഒന്ന് കാട്ടിത്തരാം. കമോൺ, ഇങ്ങോട്ട് വരും. ആദ്യം നമ്മൾ ഗ്യാസ് ഓണാക്കി. ഓക്കെ, നമ്മൾ പാത്രം വെക്കാൻ പോവാണ്. പാത്രം വെച്ചു. അതിലേക്ക് ഏകദേശം നമുക്ക് ഒരു 2 കപ്പ് വെള്ളം നമുക്ക് പാരാം. ഏകദേശം നമ്മൾ 2 കപ്പ് വെള്ളം പാർന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കതിനെ എന്ത് ചെയ്യാം, തിളക്കാൻ വിടാം. അപ്പോൾ ഒരു പ്രീമിയം കപ്പ് ചായ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 2-3 ഇൻഗ്രീഡിയൻറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യണം. ഞാനിവിടെ കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിനൻ്റെ ലീഫ്, ഒരു 2-3 കഷ്ണം ഇഞ്ചി. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മളെ ഈ ഒരു ഇതിലിട്ടിട്ട് എന്ത് ചെയ്യണം, നമ്മളത് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി ഈ സാധനങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ കുത്തറിലേക്ക് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഒന്ന് കുത്താൻ പോകണം. ഓക്കെ, എങ്ങനെയുണ്ട്? പ്രീമിയം കപ്പ് ചായ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിൻ്റെതായ ഒരു മട്ടത്തിലും ചെയ്യലുണ്ടാക്കണം. അല്ലാതെ അല്ലെങ്കിൽ പേട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, അതൊരു നോർമൽ ലെവലിലേക്ക് പോകും. അപ്പോൾ എപ്പോൾ നോക്കിയാലും അത് സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൻ്റെ മേലെ പ്രീമിയം ലെവലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അത് ചായ ആയിരിക്കണം. ഓക്കെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സാധനം കുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നേരിട്ട് എന്ത് ചെയ്യാൻ പോകണേ, ഇവിടെ വെള്ളം നമ്മൾ ഏകദേശം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സാധനം ഇതിലേക്ക് ഇടാൻ പോകണം. തിളക്കാൻ പോകുന്ന വെള്ളത്തിലേക്ക് നമ്മളത് ഇട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു പ്രീമിയം കപ്പ് ചായ ആകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പൊടി നിന്നിട്ട് കാര്യമില്ല. അതിൽ കുറച്ച് രഹസ്യങ്ങൾ വേറുണ്ട്. എല്ലാ മുഹബത്തും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. എന്നാലും കുറേയൊക്കെ പറഞ്ഞുതരാം. എപ്പോഴും നമ്മൾ വീട്ടിൽ ചായപ്പൊടി വാങ്ങുമ്പോൾ 1-2 പ്രീമിയം ക്വാളിറ്റി ചായപ്പൊടി മിക്സ് ചെയ്തിട്ട് വേണം പാത്രത്തിൽ സ്റ്റോക്ക് ചെയ്യാൻ. ഇതിപ്പോൾ 2 തരം ചായപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് 1-2-3 ഐറ്റം എന്ത് ചെയ്യുക, ഒരുമിച്ച് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇതിന് എന്ത് ചെയ്യാൻ പോകണേ, അത്യാവശ്യം നല്ല സൂപ്പർ ചായ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഏകദേശം 2 സ്പൂൺ ഞാൻ 2 കപ്പിലേക്ക് ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടി സ്ട്രോങ് ഉണ്ടായിക്കോട്ടെ. ഞാൻ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞു. ചായപ്പൊടി ഇടുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണം, പഞ്ചസാര മെൽറ്റ് ആകുന്നതിന് വേണ്ടി നമുക്കൊരു 2 സ്പൂൺ പഞ്ചസാര. ചിലർക്ക് ഷുഗർ കട്ട് ഉണ്ടാവും, 2-3 സ്പൂൺ പഞ്ചസാര. ഓക്കെ, ഷുഗർ കട്ട് ഉണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി ആ പച്ചച്ചോയ മാറിയിട്ട് ആ ചായപ്പൊടിയുടെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ആ പഞ്ചസാര അതിൽ മെൽറ്റ് ആവണം. അപ്പോൾ അതിന് ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് വെൻ യു ആർ ഗോയിങ് ടു മേക്ക് എ ന്യൂ കപ്പ് ഓഫ് ടീ, ജസ്റ്റ് ലൈക്ക് എ പ്രീമിയം കപ്പ് ഓഫ് ടീ. യു ഷുഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് പെർട്ടിക്കുലർ മാറ്റർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏകദേശം നല്ല രീതിയിലേക്ക് നിന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, 1 മിനിറ്റിന് അവിടെ ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, കുറച്ച് നേരം കൂടെ അത് തിളക്കട്ടെ ചെറിയ തീയിൽ. ഓക്കെ, നമ്മൾ ചെറിയ തീയിൽ തിളക്കുന്ന ഈ ഒരു ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആവി, അതിൻ്റെ സ്മെല്ല്, കാര്യങ്ങൾ, ഫ്ലേവർ ഒന്നും പോകാതിരിക്കണം. കാരണം പുതിന, ഏലക്കായ, ഇഞ്ചി എല്ലാ സാധനങ്ങളും അതിലുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്നും പോകാതിരിക്കാൻ എന്ത് ചെയ്യണം, നമ്മളൊരു കപ്പ് കൊണ്ട് എന്ത് ചെയ്യണം, ഒന്ന് മൂടി വെക്കണം. അപ്പോൾ ചെറിയ തീയിൽ എന്ത് ചെയ്തിട്ടെ അവിടെ ഒന്നിങ്ങനെ വേവട്ടെ. അതാളിങ്ങനെ വെന്ത് വരും. ഏകദേശം ഒരു 30 സെക്കൻഡ്, മാക്സിമം 30 സെക്കൻഡ്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചായപ്പൊടിയുടെ സ്മെല്ലും അതുപോലെ തന്നെ പുതിന, ഏലക്ക, ഇഞ്ചി അതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതരം സ്മെല്ലും അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് ചേരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു ഒറ്റ മോഡൽ മാത്രമാണ്. ദർ ഇസ് ലോട്ട്സ് ഓഫ് അനദർ വേ. ഒരുപാട് മറ്റുള്ള വഴികളുണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഒരൊറ്റ മോഡലാണ് ഇപ്പോൾ ചായ ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ ചിലർ പാൽ ഉപയോഗിക്കും, ചിലർ പൗഡർ ഉപയോഗിക്കും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നെസ്ലേൻ്റെ എവരിയുടെ ഒരു പ്രീമിയം മിൽക്ക് പൗഡറാണ് ഉപയോഗിക്കുന്നത്. ചിലർക്ക് പാലായിരിക്കും ഇഷ്ടം, ചിലർക്ക് പൗഡറായിരിക്കും ഇഷ്ടം. പക്ഷേ നമ്മൾ ഈ ഉപയോഗിക്കുന്ന പാൽപ്പൊടി ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അത് അതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്യുന്ന രീതിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചായ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും.
നല്ല രീതിയിൽ അതിൽ മിക്സ് ആയിട്ടുണ്ട്. ഏലക്കായൊക്കെ നല്ല പൊന്തി നല്ല ഉഷാറായിട്ടുണ്ട് അല്ലേ? നല്ല രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല കളറിങ് ഉണ്ട്. ഇനി ഞാൻ ശ്രദ്ധിക്കാമോ, നിങ്ങൾ ശ്രദ്ധിക്കൂ. അതായത് ഒരു പ്രീമിയം ലെവൽ കപ്പ് ഓഫ് ചായ ആകുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഒരു സാധനത്തിൽ പിഷ്കത്തരം കാണിക്കാൻ പാടില്ല, എന്നാൽ അതിനനുസരിച്ച് ഒത്തിരി കൂടാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലെവലിംഗ് എപ്പോഴും നോക്കണം. നമുക്ക് ഇഷ്ടപ്പെടുന്ന അത്ര ഏകദേശം ഞാനിവിടെ ഇപ്പോൾ ഏകദേശം നമ്മൾ 2 കപ്പ് ചായ ഉണ്ട്. നമ്മളതിന് ഏകദേശം ഒരു 4 കപ്പ് മിൽക്ക് പൗഡർ ഉപയോഗിക്കാൻ പോവുകയാണ്. മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഫൈനസ്റ്റ് ക്വാളിറ്റി മിൽക്ക് പൗഡറാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഒരു 4 കപ്പ് പൗഡർ ഞാൻ ചേർത്ത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊരു ബ്ലെൻഡിങ് ഉണ്ട്, അതായത് മിക്സിംഗ് ഉണ്ട്. ആ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ചായയാണ്. ഈ ചായ നമ്മൾ അച്ചയ്ക്ക്, അതായത് ഒന്ന് തിരി അവിടെ കുരിച്ച് വെച്ചിട്ട് അച്ചയ്ക്ക് അവരങ്ങനെ എടുത്തിട്ട് നമ്മൾ നേരിട്ട് എന്താണ് ഇതിലേക്ക് അങ്ങ് പാരുകയാണ്. ആ സ്ട്രോങ് ടീ ദാറ്റ്സ് കണക്റ്റഡ് വിത്ത് മിൽക്ക് പൗഡർ. നോക്കൂ, ആ ചായയുടെ കളറിങ് ഒന്ന് ശ്രദ്ധിച്ചു നിങ്ങൾ. വെരി ഗുഡ്, സൂപ്പർ ചായ. ഇതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് തള വരുന്നതിലേക്കും നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ടേസ്റ്റ് ചെയ്യുന്ന നമ്മൾ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അത് നമ്മളത് ടേസ്റ്റ് ചെയ്ത് നമുക്ക് 100% ഓക്കെ ആണെങ്കിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതിലിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അണിമണിത്തൂക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇതിൻ്റെ കാഴ്ചപ്പാട് കുറച്ചുകൂടി സ്ട്രോങ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഒരു അനക്കം കൂടി മിൽക്ക് പൗഡർ ഉപയോഗിക്കുകയാണ്. ജസ്റ്റ് അതിനകത്ത് കൂടി ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ഫൈനസ്റ്റ് ക്വാളിറ്റി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലുക്ക് ഹിയർ, നല്ല സൂപ്പർ ക്വാളിറ്റി ചായയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു പ്രീമിയം കപ്പ് ചായ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്ത് നോർമൽ വേൽ കൊടുത്താൽ പോരാ, അത് അതിൻ്റെ ലെവലിൽ സെർവ് ചെയ്യാൻ കൂടി പഠിക്കണം. സെർവിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഓൾസോ സ്പെഷ്യൽ ഇൻ ദ കേസ് ഓഫ് ഫുഡ്. നമ്മൾ ഭക്ഷണം എന്തായിക്കോട്ടെ അത് വിളമ്പുന്ന രീതിയും അതിൻ്റെ ഒക്കെ ക്രമീകരിച്ചിരിക്കും നമ്മൾ മനസ്സും സമാധാനവും സന്തോഷമൊക്കെ അതിന് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഒരു മഗ്ഗിലോട്ട് ഞാനിത് സെർവ് ചെയ്യുകയാണ്. ഓക്കെ, അത് നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഹോൾഡ് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ കവറിങ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർവ് ചെയ്യുമ്പോഴും അതിൻ്റെതായ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 2 കപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ ഉമ്മാക്കാണെങ്കിലും ഭാര്യക്കാണെങ്കിലും ഒക്കെ കൊടുക്കുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ കൊടുക്കണം. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാമല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഈ സാധനം സെർവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു നോട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മന്ദത്തോടു കൂടി നമ്മൾ നല്ലൊരു സൂപ്പർ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഭാര്യയുടെ റൂമിലോട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ രാവിലെയാണ്, അതായത് അവർക്ക് സർപ്രൈസ് കൊടുക്കുകയാണല്ലോ നമ്മൾ ഉദ്ദേശം. അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ചായ ഏറ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതേറ്റ് പോകുമ്പോൾ എന്ത് ചെയ്യുക, പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ സാധനം എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് വേണം എന്ത് ചെയ്യുക, മുളോ പിവിയെ പുവിയെ എന്നൊക്കെ ഒന്ന് വിളിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഞങ്ങൾ കുഴപ്പത്താന്നരങ്ങൾ പെട്ടെന്നെങ്ങാനും ഉറക്കത്തിലടിയിൽ ഹായ് ഓയി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നെങ്ങാനും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചായ പ്രീമിയം കപ്പ് ചായ എല്ലാം കൂടി നമ്മൾ നെഞ്ഞത്തേക്കാണ്. അതോടുകൂടി അന്നത്തെ എന്ത് ചെയ്യും, സർപ്രൈസും കാര്യങ്ങളൊക്കെ അന്ന് നിർത്തേണ്ടി വരും. അതുകൊണ്ട് പൊന്നു മക്കളെ, ഈ സാധനം ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, മന്ദം വിളിക്കുക. ഓ മൈ സ്വീറ്റി, ഹിയർ ഈസ് യുവർ ടീ, 1 കപ്പ് ഓഫ് പ്രീമിയം ടീ ഐ സെർവ്ഡ് ഫോർ യു. അതായത് നമ്മളൊരു നല്ലൊരു കപ്പ് ചായ ഭാര്യയ്ക്ക് സെർവ് ചെയ്ത ആ ഒരു രീതി, ആ ഒരു സമാധാനത്തോടെ, അത് ഓരോ ഭാഷകൾ ഉപയോഗിക്കട്ടെ, വളരെ നാടൻ ഭാഷയിൽ പറയാം, മധുരപരമായ രീതിയിൽ പറയാം, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. അതൊക്കെ ഓപ്ഷൻ ഇസ് യുവർ, നോട്ട് ഓഫ് മൈൻഡ്, യു ഷുഡ് ടേക്ക് യുവർ ഓൺ ഡിസിഷൻ. തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നു. അത് എങ്ങനെ കൊടുക്കണം എന്നുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കൊടുത്തിട്ട് ഒരു കപ്പ് ചായ അങ്ങോട്ട് കൊടുത്തു നോക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ശ്രമിക്കുങ്ങൾ, അപ്പോൾ എന്താകും, എന്ത് പൊളിക്കും, അതൊരു സംഭവിക്കാരം. അപ്പോൾ എന്ത് ചെയ്യുക, ആ പ്രീമിയം കപ്പ് ചായ ഉണ്ടാക്കുന്ന രൂപ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. അത് നോക്കാൻ നിങ്ങൾ വരും. അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യുമ്പോൾ ആ ചായയുടെ ഒരു ക്വാളിറ്റിയെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇറ്റ്സ് എ ഫൈനസ്റ്റ് ക്വാളിറ്റി, ഫൈനസ്റ്റ് കപ്പ് ഓഫ് ടീ. പക്ഷേ നമ്മൾ വെറും കാൽ ചായ ആയിട്ട് പോകാൻ പാടിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും സ്നാക്സ് നമുക്ക് കൂട്ടും. അപ്പോൾ അതാ നമ്മൾ സൂപ്പറായിട്ട് കുറച്ച് ഓട്സിൻ്റെ ബിസ്ക്കറ്റും 2 കപ്പ് ചായയും. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ ആരായിക്കോട്ടെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അനുഭൂതിയും ഒരു സർപ്രൈസും ആയിരിക്കും. അപ്പോൾ ഞാൻ ജീവിതത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോരോ കിട്ടുന്ന ചാൻസുകൾ ജീവിതം ആസ്വദിച്ച് പരസ്പരം സ്നേഹിച്ചും
പരസ്പരം ബഹുമാനിച്ചും പരസ്പരം വിശ്വാസത്തോടു കൂടിയും ഇതേപോലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തും ചെയ്തൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കുക. അവിടെയാണ് വിജയം ഉണ്ടാകും, അവിടെയാണ് സക്സസ് ഉണ്ടാകുക. അവിടെ ഒരു കുറ്റപറച്ചിലിനും ഒറ്റൊന്നിനൊന്നും ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു ദിവസം രാവിലെ ഒരു എണീക്കുന്നതിന് മുമ്പ് നമ്മൾ സർപ്രൈസോട് കൂടി ഒന്ന് അങ്ങോട്ട് കൊടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരും. ആ മാറ്റങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേർന്നുകൊണ്ട് ഇറ്റ്സ് യുവർ ഓൺ ഷാജഹാൻ വൺസ് അഗെയിൻ വെൽക്കം ടു ശുഷ്കാന്തി ടോ. ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് കാര്യങ്ങളൊക്കെ 100% അറിയിക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ 100% ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരു കാരണവശാലും ബ്ലെൻഡിങ്ങും കാര്യങ്ങളും പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്യണില്ല. ഓക്കെ, താങ്ക് യു. ഇറ്റ്സ് യുവർ ഓൺ ഷാജഹാൻ. ബൈ.